ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ കുട്ടികൾക്ക് പനി വന്നാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ടോണിക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഗുളിക കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാല്ലേ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് പനി വന്നാൽ നമുക്ക് പെട്ടെന്നൊരു ടെൻഷനുമാണ്. നമുക്ക് ഈ ഗുളികയും ടോണിക്കും ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് പനി മാറ്റാനുള്ള ഒരു ടിപ്പ് പറഞ്ഞാലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ തുളസി ഇല അല്ലെങ്കിൽ തുളസി നമ്മളെ വീട്ടിലുണ്ടാവണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഒരു കൂമ്പ് പൊട്ടിച്ചിട്ട് നമ്മളെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. കഴുകിയിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം നമ്മൾ ചെറിയ കുട്ടികൾ 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ അവർ ചവച്ചരച്ച് തിന്നുകയാണെങ്കിൽ അവർക്ക് 3 തുളസി ഇല കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ചവച്ചരച്ച് കഴിക്കുന്നില്ലെങ്കിൽ അവർക്ക് 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ തുളസിയുടെ നീര് 3 നേരം കൊടുക്കാവുന്നതാണ്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതും 3 നേരം തന്നെയാണ് കേട്ടോ. ഇത് കുടിക്കുന്നത് വഴി നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന പനിയും അതുപോലെ ക്ഷീണമൊക്കെ കുറക്കാനും അതുപോലെ ചുമ അതുമായിട്ട് ബന്ധപ്പെട്ട അലർജി പരമായിട്ടുണ്ടാകുന്ന ചുമ കുറക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതൊരു ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്ററാണ്. അതുപോലെ ഇതൊരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കൂടെയാണ് കേട്ടോ. എന്തുകൊണ്ടും നമ്മളെ കുട്ടികൾക്ക് ഇത് ഹെൽത്തിയാണ്. ചില കുട്ടികൾക്ക് പനിയുടെ ടോണിക്ക് കൊടുക്കുക, ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് ക്ഷീണം വരുന്നൊക്കെ കാണാം. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട, നമ്മൾക്ക് ഈ തുളസിയുടെ നീര് മാത്രം കൊടുത്താൽ മതി, പനി പെട്ടെന്ന് മാറും കേട്ടോ. അതുപോലെ വലിയവരെ സംബന്ധിച്ച് നമ്മൾ തുളസിയില ഇട്ട ചായ കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തുളസിയില ഇട്ടിട്ട് ആവി പിടിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പനി മാറുന്നതാണ് കേട്ടോ. എന്നാലും ഇപ്പോൾ കേൾക്കണവർക്കൊക്കെ ഒരു അത്ഭുതം ഉണ്ടാവും, ഇങ്ങനെയൊക്കെ പനി മാറും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിൽ പറഞ്ഞ പോലെ 3 നേരം നമ്മളെ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കണം. അതിൻ്റെ അളവും തെറ്റരുത് കേട്ടോ. 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെ ആണെങ്കിൽ 1/4 ടീസ്പൂണും 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ 1/2 ടീസ്പൂണും വീതം 3 നേരമാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഹെൽത്തി വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക്